കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പുതിയ തസ്തിക അനുവദിക്കണമെന്ന് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. നിയമസഭയിൽ സബ്മിഷനായാണ് ആവശ്യം ഉന്നയിച്ചത്. ഓർത്തോ ഇ.എൻ.ടി വിഭാഗങ്ങൾ കൂടി ആരംഭിക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. കുണ്ടറ താലൂക്ക് ആശുപത്രിക്കായി നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പുതുതായി ആരംഭിച്ചിട്ടുള്ള വിഭാഗങ്ങൾക്ക് ആവശ്യമായ തസ്തിക അനുവദിക്കണമെന്ന് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. നിയമസഭയിൽ സബ്മിഷനായാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഇപ്പോൾ അത് താലൂക്ക് ആശുപത്രി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കിഫ്ബി വഴി 76 കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ അതിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ആ പ്രവർത്തന പുരോഗതി നിരന്തരമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടുകൂടി നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയായിട്ട് മാറും. വരാൻ പോകുന്നത് ഇപ്പോൾ ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ഈ 141 ബെഡ് സ്ട്രെങ്തിലേക്ക് മാറുമ്പോൾ ആശുപത്രി പ്രവർത്തിക്കാനാകാത്തൊരു സാഹചര്യം വരും. 76 കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 22 കിടക്കകൾ 141 മാറും. കൂടാതെ ലാബ്, എക്സ്റേ, സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, മോർച്ചറി, പോസ്റ്റ്മോർട്ടം സംവിധാനം, പേവാർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടാകും. എം.എൽ.എ. ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കണം. അതിനാവശ്യമായ ഒഴിവുകൾ നികത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എം.എൽ.എ. ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയതായിട്ട് അവിടെ ഒരു നഴ്സിംഗ് ഓഫീസറിന്റെ 20 പോസ്റ്റും നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒരു 10 പോസ്റ്റും അതുപോലെ ഹോസ്പിറ്റൽ അറ്റൻഡർ ഗ്രേഡ് 30 പോസ്റ്റ്, അതുപോലെ ECG, എക്സ്റേ ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തുടങ്ങിയ തസ്തികകൾ കൂടി വന്നെങ്കിൽ തസ്തികയല്ല പോസ്റ്റെങ്കിലും ഒഴിവെങ്കിലും നികത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആശുപത്രി നന്നായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ സൂപ്രണ്ടിന്റെ സ്ഥിരം പോസ്റ്റ് ഇല്ല. സിവിൽ സർജൻ ഇൻചാർജ് വഹിക്കുകയാണ്. അതുപോലെ സർജറി, ഓർത്തോ, ENT വിഭാഗങ്ങൾ കൂടി അനുവദിക്കേണ്ടതായിട്ടുണ്ട്. സർജറി, ഓർത്തോ, ENT വിഭാഗങ്ങൾ പുതിയതായി അനുവദിക്കണമെന്നും താലൂക്ക് ആശുപത്രിക്കായി സ്ഥിരം സൂപ്രണ്ട് പോസ്റ്റ് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേസമയം കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ നഴ്സിംഗ് ഓഫീസർ, ഫാർമസിസ്റ്റ് തസ്തികകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. സർ, ഈ രണ്ടാം ഘട്ടത്തിൽ അവിടെ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ആ ലിസ്റ്റിൽ കുണ്ടറ ആശുപത്രിയെ കൂടി ഉൾപ്പെടുത്തിയാണ് സർക്കാർ അതിന്റെ ഫയലിൽ മുന്നോട്ട് പോകുന്നത്. അതിൽ താമസിയാതെ തീരുമാനം ഉണ്ടാകും. സർ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.